സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയേട്ടനോട് നന്ദനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഈ കെവിൻ്റെയും ഇസബല്ലയുടെയും കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയാണ്. ആ സമയത്ത് ഹരിയേട്ടന് നന്ദൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടി വിശദമായി അന്വേഷിച്ചിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദേവികയുടെ ഫോണിലോട്ട് ശാരിക വിളിക്കുന്നുണ്ട്. കോള് വന്നതും ദേവിക ഫോണുമായിട്ട് നീങ്ങിപ്പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുമ്പം ശാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വരാത്ത? അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ചേച്ചി എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ശാരിക, ഇപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. നീ ഇപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, അച്ഛൻ ചേച്ചീനെ അന്വേഷിക്കുന്നുണ്ട്. അമ്മയും ചോദിച്ചു ചേച്ചി ഈ സമയത്ത് എങ്ങോട്ടാ പോയെന്ന്. അപ്പം ഞാൻ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോയതാണെന്ന് പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അമ്മയും അച്ഛനും ചേച്ചീനെ കാത്തിരിക്കുക. ചേച്ചി ഇപ്പം തന്നെ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ തന്നെ വരാം, മുരളിയേട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിടാം, മുരളിയേട്ടൻ്റെ കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയും ഭാർഗവീനെയും ഗൗരീനെയൊക്കെയാണ്. മുരളിയാണെങ്കിൽ കാറിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പറഞ്ഞു വിടാം, ഞാൻ വരാൻ വൈകും. ദേവിക എന്നോട് ചെല്ലാൻ പറഞ്ഞു. 1-2 സ്ഥലത്ത് പോകാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഈ ഭാർഗവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ചന്ദ്രോത്തേക്ക് പോകണില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ, ഞാനിപ്പോൾ ചന്ദ്രോത്തേക്ക് പോകണില്ല. അതെന്താടാ നീ ഇപ്പോൾ പോവാത്ത? അല്ലെങ്കിൽ നീ എപ്പോഴും പോകണതല്ലായിരുന്നോ? ഇപ്പം നീ കുറച്ച് ദിവസമായിട്ട് പോകണില്ലല്ലോ. ദേവിക അവിടെ നിന്ന് പോകുന്നതോടുകൂടി ചന്ദ്രോത്തുമായിട്ടുള്ള ബന്ധവും നീ അവസാനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അമ്മേ, നേരത്തെ ആണെങ്കിൽ നന്ദൻ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഇവിടെ വരുമായിരുന്നു, ഇപ്പം അവൻ വരാറുണ്ടോ? അതുമാത്രമല്ല അവൻ്റെ സ്വഭാവമൊക്കെ ഇപ്പോൾ ആകെ മാറി. ആ ഇസബല്ലയുടെയും കെവിൻ്റെയും കൂട്ട് കിട്ടിയതോടുകൂടി അവനക്ക് എന്നെ കാണണതോ മിണ്ടണതോ പോലും ഇഷ്ടമല്ല. അവർ പറയും പോലെ ഇപ്പോൾ കേൾക്കുള്ളൂ. അന്നേരം ഈ ഭാർഗവി പറയുന്നുണ്ട്, നേരത്തെ എന്ത് കാര്യത്തിനും പ്രഭകുഞ്ഞ് മുരളീനെ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നീ ഒന്ന് അവിടം വരെ ചെല്ലടാന്ന് പറയുമ്പം എന്തായാലും ഇപ്പം ഞാൻ പോകുന്നില്ല അമ്മ, ഇപ്പോൾ ദേവികേനെയും കൊണ്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുരളി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്തുള്ളവരെ തന്നെയാണ്. ദേവിക ഫോൺ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ദേവികയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാ അങ്കിൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്ന് പറയണു. അങ്ങനെ ദേവിക പ്രഭാവതിയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ പോവുക, അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കണം എന്ന് പറയുമ്പോൾ മോളിപ്പോൾ പോകല്ലേ, പോയാൽ തന്നെയും അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വന്നോട്ടോ, നന്ദന് മോളുടെ അടുത്തിരിക്കാനാണ് ഇപ്പോൾ ഇഷ്ടമെന്ന് പറയുമ്പം അമ്മ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, ഇപ്പോൾ കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സമയവുമല്ല, അതിലും പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, നിസ്സാര കാര്യമല്ല, ഒരു കൊലപാതകത്തെക്കുറിച്ച് ഇപ്പോൾ ഗൗരവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അതിൽ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഞാനിപ്പോൾ പോവാന്നും പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഹരിയങ്കളിനോടും യാത്ര പറയുന്നുണ്ട്. എന്നാൽ മോള് പോയിട്ട് വാ, പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഹരിയങ്ങളും യാത്ര അയക്കുന്നുണ്ട്. ആ ദേവിക പോയി കഴിഞ്ഞതും ഹരിയങ്ങൾ നന്ദനോടും സിദ്ധാർത്ഥനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഇസബല്ലയുടെ കൂടെയുള്ള നന്ദൻ്റെ നടപ്പും യാത്രയും സൗഹൃദം എല്ലാം ദേവികയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന്. അന്നേരം നന്ദൻ മറുപടി ഒന്നും പറയണില്ല. പിന്നീട് നന്ദന് പറയാനുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ കേട്ടല്ലോ, എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നന്ദൻ ഹാജരാവുക. ഇപ്പം തന്നെ നമ്മൾ വൈകിപ്പോയി. നന്ദൻ്റെ ഭാഗങ്ങൾ കേട്ടു, ഇനി എനിക്ക് പ്രഭയോടൊന്ന് സംസാരിക്കണം, അതും ഒറ്റയ്ക്ക്. ആ സമയത്ത് സിദ്ധാർത്ഥൻ നന്ദനോട് പറയുന്നുണ്ട്, നന്ദവാ അവർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് നന്ദനെ വിളിച്ചുകൊണ്ട് സിദ്ധാർത്ഥനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ നല്ല ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭ, നന്ദൻ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും സത്യങ്ങൾ പ്രഭയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം പ്രഭാവതിയാണെങ്കിൽ ഈ നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. പ്രഭാവതി, ഹരിയങ്ങൾ വന്നിട്ടുണ്ട്, ഹരിയങ്ങളിനോട് എല്ലാ സത്യങ്ങളും നീ പറയണമെന്ന് പറയുമ്പം എനിക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല അമ്മേ, ഞാൻ എല്ലാം വ്യക്തമായി തന്നെ പറയാം, പിന്നെ കെവിൻ്റെ ഇസബല്ലയുടെയും കാര്യം മാത്രം ഞാൻ പറയില്ല കേട്ടോ എന്ന് ഈ നന്ദൻ പറഞ്ഞ കാര്യം ഈ പ്രഭാവതി ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭ, ഞാൻ ചോദിച്ചത് പ്രഭ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഒന്നും അറിയില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും നന്ദനോട് പറഞ്ഞിട്ടില്ല, നന്ദനൊന്നും മറച്ചു വെക്കണില്ല, എല്ലാ സത്യങ്ങളും അവൻ പറഞ്ഞു ഹരിയേട്ടാന്ന് പറയണു. ആ സമയത്ത് ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് പല പെൺകുട്ടികളും ചന്ദ്രോത്ത് വന്നു, മീര, തനൂജ, അതുപോലെ ഇപ്പോൾ ഇസബല്ല. ഇതിൽ മീരേനെയും ഇസബല്ലേനെയും പ്രഭ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. തനൂജ സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ പ്രശ്നമായതുകൊണ്ട് പ്രഭ തനൂജയെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. മറ്റു 2 പേരും നന്ദൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയവരായതുകൊണ്ട് 2 പേരെയും
പ്രഭ സ്വന്തം മക്കളെ കൂട്ടാ കണ്ടിരുന്നതെന്ന് പറയുമ്പം ഇല്ല, ഹരിയേട്ടൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കണം, ഹരിയേട്ടൻ ചോദിക്കണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ദേവികയുടെ വിഷമം പ്രഭ കാണാതെ പോകരുതെന്നാണ് പറഞ്ഞ്. എന്തായാലും പ്രഭയും നന്ദനും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഞാൻ തനിയെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ചൊരു FIR എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനാണ്. രജനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പം ഗിരീഷ് വണ്ടിയായിട്ട് വരുന്നുണ്ട്. ഗിരീനെ കണ്ടതും രജനി ഓടി ചെന്നിട്ട് ഗിരി ചന്ദ്രോത്ത് പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചന്ദ്രോത്തെന്നാണ് ഇപ്പോൾ വന്നെ, അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം അവിടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ദേവികയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ എന്തിനാ ഇപ്പോൾ ചന്ദ്രോത്തേക്ക് വന്നത്, അവൾ ചന്ദ്രോത്തേക്ക് വന്നത് നന്ദനെ ശിക്ഷിക്കാനായിരിക്കും എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് ഇനി അവൾ ശിക്ഷിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നന്ദൻ നല്ല രീതിയിൽ പെട്ടിരിക്കുക, ഇനി ആരും ഒന്നും ചെയ്യാനൊന്നും എന്ന് പറയുമ്പം അവളെന്തിനാ എന്നാലും അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം ഗിരി പറയുന്നുണ്ട് അതെന്താ രജനി നീ അങ്ങനെ പറയണേ, നന്ദൻ അവളുടെ ഭർത്താവല്ലേ, അപ്പോൾ പിന്നെ അവൾ അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേന്ന് ചോദിക്കുമ്പം അവൾ നന്ദനെ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ, അവളുടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ പോവരുതെന്ന്, എന്നിട്ടും അവൾ നന്ദനെ തള്ളിക്കളഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ അവൾ അങ്ങോട്ട് വന്നേക്കണത്, അവൾ വന്നിരിക്കുന്നത് ശരിക്കും നന്ദനെ കേസിൽ കുടുക്കി ജയിലിലേക്ക് പറഞ്ഞു വിടാനായിരിക്കും എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് രജനി ഈ പറയുന്നത്, എന്തായാലും വേണ്ടില്ല എനിക്കൊന്ന് ചന്ദ്രോത്ത് വരെ പോകണം, എനിക്ക് നന്ദനെ അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഗിരീശൻ പറയുന്നുണ്ട് ഇപ്പം അങ്ങോട്ട് പോകണ്ട രജനി, ഇപ്പം അതിന് പറ്റിയ സാഹചര്യമല്ല, അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക, പിന്നെ ഹരിയങ്കിൾ വന്നിരുന്നു, ഹരിയങ്കിൾ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോയേക്കണേ, അതിലെന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ടേ ഹരിയങ്കിൾ തിരിച്ചു പോകുള്ളൂ എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് എന്നാലും ദേവിക അവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു, ദേവിക വന്നത് ശരിക്കും നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവൾ സഹായിക്കാനെന്നുള്ള രീതിയിൽ വന്നിട്ട് അവനെ ഉപദ്രവിക്കാനാണ് നോക്കണേന്ന്. അന്നേരം ഗിരിയാണെങ്കിൽ നീ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നീ അകത്ത് പോകുന്നു പറഞ്ഞുകൊണ്ട് ഈ രജനീനെ അകത്തേക്ക് വിടുന്നുണ്ട്. അന്നേരം ഗിരീഷിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് എത്ര ദിവസമായിടാ അവൾ വീട്ടിൽ പോകണമെന്ന് പറയുന്നു, നിനക്കൊന്ന് ചന്ദ്രോത്ത് വരെ അവളെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പോയാൽ ശരിയാവില്ല അമ്മയ്ക്ക് അറിയില്ലേ അവിടുത്തെ അവസ്ഥകളെല്ലാം, അവിടെ ആകെ പ്രശ്നത്തില്ല, ആർക്കും ഒരു സമാധാനമില്ല, അതിൻ്റെ ഇടയ്ക്ക് രജനി ചെന്നാൽ ഇവളും ഓരോന്ന് പറഞ്ഞ് അവരുടെ സമാധാനക്കേട് കൂട്ടേ ഉള്ളൂ എന്ന്. ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പിന്നെ ഒന്നും മിണ്ടണമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവേട്ടനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതും ഈ രാധിക മാധവന് കുടിക്കാനുള്ള കഞ്ഞിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചൂടാ ഞാൻ തന്നെ എടുത്ത് തരാമെന്ന് പറയുമ്പം മാധവൻ ചോദിക്കുന്നുണ്ട് രാധികയെ നന്ദൻ വിളിച്ചേർന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല ദേവിക മോള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പം അവൾ വന്നില്ല, എന്താ മാധവേട്ടാന്ന് ചോദിക്കുമ്പം അല്ല നന്ദനോട് ഇപ്പോഴും ദേവികയ്ക്ക് ദേഷ്യമാണോ എന്ന് ചോദിക്കണം. അന്നേരം രാധിക പറയുന്നുണ്ട് ദേഷ്യമൊന്നുമില്ല, എന്തിനാ ദേഷ്യം, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നന്ദൻ വിളിച്ചോളും, എന്തായാലും ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് രാധിക റൂമിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും ശാരികയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ശാരിക ദേവിക ചോദിക്കുന്നുണ്ട് ഹരിയങ്കിൾ വന്നിട്ട് എന്താ ചേച്ചി പറഞ്ഞ് നന്ദേട്ടൻ്റെ കേസിൽ എന്താ തീരുമാനമായെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഹരിയങ്കിൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി, നന്ദുവിനോടും അമ്മേനോടൊക്കെ സംസാരിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഹരിയങ്കിൾ തന്നെ തീരുമാനിക്കട്ടെ, ഇനി ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്കൊരു എത്തും പിടുത്തമില്ല, ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു തീയാന്ന് പറയണ കേട്ടതും ഈ രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. രാധിക വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കേസിൻ്റെ കാര്യമാണ് പറയണതെന്ന് ചോദിക്കുമ്പം ഇവരാണെങ്കിൽ രാധിക കേട്ടു എന്ന് മനസ്സിലായതും അത് ഓഫീസിലെ ഒരു സ്റ്റാഫിനെ ഒരാളെ ആക്രമിച്ചു, ആ കേസിൻ്റെ കാര്യം അമ്മയെ ഞങ്ങൾ പറഞ്ഞ്, അതിന് നിങ്ങളിങ്ങനെ മാറി നിന്ന് രഹസ്യമായിട്ട് സംസാരിക്കണേ എന്തിനാ, ആസ്പത്രിയിൽ വെച്ചും നിങ്ങളിങ്ങനെ പല പ്രാവശ്യം മാറി നിന്ന് രഹസ്യമായി സംസാരിക്കണം കണ്ടുല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതൊന്നുമില്ല അമ്മയ്ക്ക് തോന്നണേ, എന്തായാലും അമ്മ പോയി അച്ഛന് കഞ്ഞിയൊക്കെ കൊടുക്കുന്നും പറഞ്ഞുകൊണ്ട് രാധികേനെ അവർ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീട്ടിലേക്ക് CP വരാണ്. CP വന്നിറങ്ങിയതും അരുന്ധതി ഫോണിൽ ആരോടോ ഗൗരവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് CP സംസാരിക്കാൻ തുടങ്ങിയതും അരുന്ധതി ഇപ്പോൾ സംസാരിക്കാന്നുള്ള ഇതിൽ കൈ വെച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് CP മുഖം കഴുകാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി വാഷ് ബേസിനിൽ വെള്ളം തുറന്ന് മുഖം കഴുകുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ മുമ്പിലുള്ള കണ്ണാടിയിൽ ഒരാൾ സ്റ്റെയറിൽ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാല് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആളാരാണെന്ന് ഈ CPക്ക് മനസ്സിലാവണില്ല. പക്ഷെ അത് ശരിക്കും ഋഷിയായിരുന്നു. ഋഷിയുടെ മുഖമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഈ CPക്ക് ഋഷിയാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ CP തിരിഞ്ഞതും ഈ ഋഷി CPനെ കാണുന്നുണ്ട്.
തോന്നുന്നുണ്ട്. CPനെ കണ്ടതും ഋഷിയാണെങ്കിൽ പേടിച്ചിട്ട് വേഗം തന്നെ ഓടിച്ചെന്ന് ഒരു റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിടുന്നുണ്ട്. ആ സമയം CP ആണെങ്കിൽ എടാ വാതിൽ തുറക്കടാന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് വാതിലിട്ട് മുട്ടുമ്പം ഈ അരുന്ധതി ഒച്ച കേട്ടിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ CP, എന്താ ഇവിടെ ഒച്ച കേൾക്കണേന്ന് ചോദിക്കുമ്പോൾ, അത് മേഡം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇല്ല CP ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം, എന്നാൽ ഇത് ഉറപ്പായിട്ടൊരു കള്ളനാ, അവൻ ഓടി ഈ റൂമിൽ കയറിയിട്ടുണ്ട്, റൂമിൽ കയറി റൂം അടച്ച് കുറ്റിയിട്ടു, ചുമ്മാ തോന്നണയായിരിക്കും CP, ഇവിടെ ഒന്നും ആരുമില്ല, ഇവിടെ ആരും വരാനാന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മേഡം ഞാൻ കണ്ടതാ, എനിക്ക് ആരാന്ന് വ്യക്തമായില്ല, എന്നാലും ഒരാളിവിടെ ഓടി കയറണത് ഞാൻ കണ്ടതാ, അവൻ ഈ റൂമിൽ തന്നെ ഉണ്ട്, മേഡം ഇപ്പം തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് സംഗതി കയ്യിൽ നിന്ന് പോയിന്ന്. കാരണം ഇനിയിപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ഋഷിയാന്ന് കണ്ട ഈ CPയുടെ മുന്നിലും ഋഷിനെ കാണാനില്ല എന്ന് തന്നെയാണല്ലോ അരുന്ധതി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അരുന്ധതിക്ക് CPയോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ CP പറയുന്നുണ്ട്, മേഡം പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, അതുമാത്രമല്ല ചുറ്റുമുള്ള ആൾക്കാരെയും വിളിക്കുക, എല്ലാവരും വരട്ടെ, അവനെ ഇന്ന് പിടികൂടണം, അവനെ ഇന്ന് പുറത്ത് വിടുന്ന പ്രശ്നമല്ല, എന്തായാലും ഞാൻ അവനെ ഒന്നും കൂടി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോറിൽ കിടന്നിങ്ങനെ മുട്ടി വാതിൽ തുറക്കടാന്നും പറഞ്ഞ് വിളിക്കുമ്പം ഈ ഋഷിക്കും പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ആൾക്കാരെന്നെ കണ്ടാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഋഷി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ പോലീസിനെ വിളിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. കാരണം അരുന്ധതിക്ക് അറിയാം അത് മിക്കവാറും ഋഷി തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇനി വരാൻ പോകുന്നതെല്ലാം നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.